ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചു കൊണ്ടായിരിക്കണം. എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ചിന്തിക്കുക? റിയലി ഒരു വ്യക്തിയുടെ വിജയവും പരാജയവും കണക്കാക്കുന്നത് ആ വ്യക്തി ചിന്തിക്കുന്ന ചിന്തയുടെ പരിണിത ഫലമാണ്. ഒരു സംശയവുമില്ല. ഒരു വ്യക്തിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി വിജയത്തിലേക്കുള്ള ചിന്തകളെയാണ് സദാസമയം ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഒരാൾ പരാജയമാണ് ചിന്തിക്കുന്നുവെങ്കിൽ ആ പരാജിതനാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവനിലേക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചു കൊണ്ടായിരിക്കണം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് വലിയൊരു ധനികനാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും കടന്നു വരുന്നത് എന്താ? ധനികനാവുക, പണക്കാരനാവുക, എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് എനിക്ക് പണക്കാരനാവുക. അപ്പം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഒബ്സർവേഷനും ഒക്കെ ഈ പണക്കാരെ തിരഞ്ഞിട്ടുള്ളതും എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതായിരിക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവൻ പോസിറ്റീവായ വശങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കണ്ടെത്തും. ഇനി എനിക്ക് വളരെ എളുപ്പത്തിൽ, വളരെ അധ്വാനമില്ലാതെ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കും അങ്ങനെ സമ്പാദിക്കാനുള്ള ചിന്തകൾ വരുമ്പോൾ അതിനുള്ള വഴികളും തെളിഞ്ഞു വരും. നമുക്കറിയാലോ, നമുക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ഗോളൊക്കെ സെറ്റ് ചെയ്ത് അവരെ ഒരുപാട് മൂല്യങ്ങളോട് കൂടി പണം സമ്പാദിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പണം സമ്പാദിക്കുന്നവരെ പോലെ തന്നെ തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും ഒക്കെ ഉള്ളത്. ഈ ലോകത്ത് കള്ളന്മാർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ വേണം? ഒരു കള്ളൻ അവന് എപ്പോഴും അവൻ്റെ ചിന്തകളിൽ ഉണ്ടാകുന്നത് എനിക്കെങ്ങനെ നന്നായി മോഷ്ടിക്കാം. അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ ചിന്തകളും അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഇതുപോലുള്ളതായിരിക്കും. അതൊരിക്കലും ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിത മാർഗമല്ല ഒരു കള്ളൻ്റേത്. കാരണം ആ കള്ളൻ എപ്പോഴും പേടിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ അവൻ്റെ ചിന്തയിൽ എപ്പോഴും എനിക്കെങ്ങനെ മറ്റുള്ളവരുടെ പണം അപഹരിക്കാമെന്നാണ്. അപ്പൊ അവൻ്റെ ഉള്ളിൽ, അവൻ്റെ ചിന്തകളിൽ ആ ചിത്രങ്ങളും ആ അവസരങ്ങളും തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. നമുക്കെപ്പോഴും പോസിറ്റീവായ ചിന്തകളിലൂടെ ധാർമ്മികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാവണം. അങ്ങനെ നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയും ചെയ്യുന്ന ആളുകളാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ റിയൽ ഹാപ്പിനെസ് വന്നു ചേരുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ആരുടെ കൂടെയാണോ വസിക്കുന്നതും നമ്മുടെ സമൂഹത്തിലുമുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മളെ നിരന്തരമായി വേട്ടയാടുകയും നിരന്തരമായി നമ്മൾ പഠിക്കുകയും അത് തന്നെയാണ് നാം പിൻപറ്റുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരേ കാര്യങ്ങളിൽ ആ ആളുകൾ ഇന്നത് ചെയ്ത് അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യം ഇങ്ങനെയാണ്, അവിടെ ശരിയോ തെറ്റോ എന്ന് നോക്കാതെ നമ്മൾ പിന്തുടരുന്നത്. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് അനുകൂലമാണോ പോസിറ്റീവാണോ, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നൽകുന്ന സിറ്റുവേഷൻ ആണോ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ആക്ഷനോ ഈ ചിന്തകളിലൂടെ വരുന്നതാണ് നമ്മുടെ ആക്ഷനായിട്ട്. ഈ നല്ല നല്ല ആക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാവും. പോസിറ്റീവായ ചിന്തകളെ പിന്തുടർന്നവർ പോസിറ്റീവായ ആക്ഷൻ എടുക്കും. ഈ പോസിറ്റീവായ ആക്ഷൻ എടുക്കുമ്പോഴോ പോസിറ്റീവായ ഇമോഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ മൈൻഡും ബോഡിയും ഇമോഷൻസും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. ഇതിൽ ബോഡി മാത്രമാണ് നമുക്ക് പുറമേ കാണുന്ന ഒരു വസ്തു. നമ്മൾ കാണാത്ത നമ്മുടെ മൈൻഡും നമ്മുടെ സോളും ഉള്ളിലാണുള്ളത്. അപ്പൊ ഇവയെ, നമ്മുടെ ചിന്തകളെ നമ്മുടെ കൺട്രോളിൽ വരുത്തുമ്പോൾ
നമുക്ക് ഏത് തരം ചിന്തകളാണോ നമ്മുടെ മൈൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അത്തരം ഇമോഷൻസുകളാണ് നമ്മുടെ സോളിൽ നിന്നും നമുക്ക് ഉണ്ടാവുക. ആ ഇമോഷൻ അനുസരിച്ചായി നമ്മുടെ ആക്ഷൻസ്. അപ്പം നമ്മുടെ മൈൻഡും നമ്മുടെ സോളും നമ്മുടെ ആക്ഷനും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മുടെ ചിന്തകളെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് ഉണർന്നിരിക്കുമ്പോൾ എപ്പോഴും അവന് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും കാരണം ചിന്തകൾ അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം പോസിറ്റീവായതും നെഗറ്റീവായതും നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ മനുഷ്യനാണ്, ബുദ്ധിയും വിവേകവുമുള്ള വ്യക്തികളാണ്. അപ്പം നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? പോസിറ്റീവായ ചിന്തകളെയും പോസിറ്റീവായ ഇമോഷൻസിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും പോസിറ്റീവായ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡും സോളും നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഈ മൈൻഡും സോളും നമ്മുടെ ഉള്ളിലുള്ള ഒരു ബിലീഫാണ്. അതില്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അപ്പം നമുക്ക് ഒരു ബൾബ് കത്തുമ്പോൾ ആ ബോഡി ആണ് കത്തുന്നത്, അല്ലെങ്കിൽ ആ ബോഡിയാണ് നമുക്ക് പ്രകാശം തരുന്നത്. അതാണ് ഒരു ആക്ഷൻ എടുക്കുന്നത്. പക്ഷെ ആ ബൾബിന്റെ ഉള്ളിൽ 2 വയറുകളുണ്ട്, ഇലക്ട്രോണുകളും പ്രോട്ടോണും. ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ബൾബ് പ്രകാശപൂരിതമായി നമുക്ക് വെളിച്ചം നൽകുന്നത്. അതുപോലെ നമ്മുടെ മൈൻഡും, നമ്മുടെ മൈൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഹാപ്പി ആയിട്ടും സന്തോഷമുള്ളതായിട്ടും ഒക്കെ മാറുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കും. അപ്പം നമ്മുടെ ബോഡിയും മൈൻഡും സോളും തമ്മിൽ കണക്ഷനാണുള്ളത്. അപ്പം ഇവിടെ നമ്മുടെ ചിന്തകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. നമ്മൾ എന്താവണം എന്ന് ചിന്തിക്കുന്നത്, ആ ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ആകർഷിക്കുന്ന മറ്റ് ചിന്തകളും നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പം ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉള്ളതാക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായ ചിന്തകളിലൂടെ തന്നെ കടന്നു പോകണം. പോസിറ്റീവ് തിങ്കിങ് ഈസ് എ പവർഫുൾ ടൂൾ. പോസിറ്റീവ് തിങ്കിങ് ഈസ് എ അൾട്ടിമേറ്റ് സൊല്യൂഷൻ. നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് ആയ പ്രോബ്ലംസ് നിറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും. ആ സിറ്റുവേഷൻസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ ജീവിത സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആക്ഷൻ എടുത്തിട്ട് ആ ചിന്തകളിലൂടെ വേണം നമുക്ക് ജീവിക്കാൻ. അപ്പം ലൈഫിൽ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവന് പോസിറ്റീവായ സിറ്റുവേഷൻസ് ഉണ്ടാവും, പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാവും. നെഗറ്റീവായി ചിന്തിക്കുന്നവന് നെഗറ്റീവായ സിറ്റുവേഷൻസും നെഗറ്റീവായ റിസൾട്ടും ഉണ്ടാവും. അപ്പം ഈ ചിന്തകളെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്കതിൻ്റെ ബാക്കി കൂടി അവതരിപ്പിക്കാൻ പറ്റും. എന്തായാലും ജീവിതം സന്തോഷകരമാകണമെങ്കിൽ ചിന്തകളെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, താങ്ക് യു.